ഗ്രൂപ്പാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനല്ല. എനിക്ക് സ്പോർട്സ് ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അശോക് നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണ് ഡിഗ്രേഡിങ് വരുന്ന കാരണം മനസ്സിലാവണില്ല. ഇതൊരു ഫാൻസായി ഡിഗ്രേഡ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടല്ലോ വെച്ചാൽ എമ്പുരാനെക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അശോകിയാണ്. ഞാൻ അശോകിൽ അഭിനയിച്ചുകൊണ്ടല്ല ഞാൻ പറയണം. പടം നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പടം അത്രയ്ക്ക് മോശമൊന്നുമല്ല. നന്നായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടല്ല പറയണം. ഞാൻ അഭിനയിച്ച പണ്ടത്തെ ഒരു പടം ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുത്തതാണ്. ഇത് ഡീഗ്രേഡിങ് ആണ്. ഡൊമിനിക്ക് അത്ര ശരിയായില്ല. ഡൊമിനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അശോക് നല്ല മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ലാഗൊന്നും ഞാൻ കാണുന്നില്ല. എമ്പുരാൻ അശ്വന്തൊക്കെ എനിക്കെന്തോ മമ്മൂട്ടിയുടെ ഒരു വിരോധം തോന്നുന്നു. കാരണം പുള്ളി കാതൽ നെഗറ്റീവ് കൊടുത്തു, ഭീഷ്മയ്ക്ക് നെഗറ്റീവ് കൊടുത്തു, പിന്നെ ഇതാണ് കണ്ണൂർ സ്ക്വാഡ് നെഗറ്റീവ് കൊടുത്തു. പുള്ളി മമ്മൂട്ടിയുടെ എത്ര നാളെ സിനിമ ഇയാളെ അക്സെപ്റ്റ് ചെയ്യില്ല. പുള്ളി ബേസിക്കലി മോഹൻലാൽ ഫാനാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമയും പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്യില്ല. കാതലിൽ എന്തെങ്കിലും മൂവിയായിരുന്നു, അങ്ങനത്തെ മൂവീസ് കൊണ്ട് നെഗറ്റീവ് പറയുകയാണ്. എനിക്ക് മനസ്സിലാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ ജയിലർ ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ്. ഈ റിവെഞ്ചുള്ള ബ്ലഡ് ഷെഡ്, വയലൻസ് എയ്സ്റ്ററ്റിക് ആണെങ്കിൽ പറയാം. ആ എമ്പുരാനിൽ ആദ്യ ഭാഗം കാണിക്കുന്ന വയലൻസ് എന്തൊരു വയസ്സായ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുക എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഈ ജയിലിൻ്റെ ആണെങ്കിൽ നമ്മൾ ജയിക്കാൻ പറഞ്ഞാണ് വയലൻസ് കൂടുതലാണ്. എനിക്ക് കഷ്ടം തോന്നും. ഒന്നാണ് കോസ്റ്റ് കാണിക്കണം, ഓരോ പടത്തിന് ഓരോ തരത്തിലുള്ള ഡ്രസ്സാണ് ചെയ്യണം, ഒരു ഗോസ്റ്റ് കാണിക്കണം. എനിക്ക് കുറച്ച് ജെന്യൂൻ ബ്ലോഗായി തോന്നിയത് ഉണ്ണി ബ്ലോഗിൻ്റെയാണ്. വെറുതെ ഇത് എന്താ ഒരു ഫാനാണെങ്കിൽ ഉള്ളോടെ പറയണം. അതിൻ്റെ മോളെ ഫാനായിരിക്കും. ഇന്നൊരു മമ്മൂട്ടിയുടെ എല്ലാ പടം മോശം പറയുന്നതിലാണ്. അടുത്ത കാലത്ത് മമ്മൂട്ടി എത്രയോ നല്ല പടം ചെയ്യുന്നു. ഡൊമിനിക്ക് അത്ര ശരിയായില്ല. പക്ഷേ ബസൂക്ക് അത്ര മോശം പടമൊന്നുമല്ല. അത് ഞാൻ അഭിനയിച്ചോട്ടെ. ഞാൻ അഭിനയിച്ച പണ്ടൊരു പടം ഞാൻ നെഗറ്റീവ് കൊടുത്താണ്. പേര് ഞാൻ പറയുന്നില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്ന ആളാണ്. അഭിനയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെ വന്നേക്കണം? അത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്, കണ്ണനെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അഭിനയമൊന്നുമില്ല. എൻ്റെ പോപ്പുലാരിറ്റി എൻ്റെ അഭിനയൊക്കെ കൊണ്ടുവന്നത് എൻ്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അവർ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ കാത്തിരുന്നിട്ട് പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് ചിരിയിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു ഫേസ് കണ്ടപ്പോൾ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാരെ ഇതുപോലെ ചിരിക്കുന്നതാണ്. എന്തായാലും അത് മമ്മൂക്കിയെക്കാട്ട് കൈയടി കേട്ടിട്ട് എനിക്കാണെന്നൊക്കെ പറയാം. എനിവേ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് പിൻവാങ്ങിയാണ്. എന്നിട്ടും അവർ ആ സീൻ കളഞ്ഞില്ല. ഞാൻ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ എന്ത് പറഞ്ഞു? ഞാൻ സോറി പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് പിൻവാങ്ങിയല്ലോ. ഡയലോഗ് സീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ അഭിനയിച്ചില്ല. അതിനെ ഞാൻ സോറി പറഞ്ഞു. നന്നായി ശരി, നല്ല ടീമാണ് അത്. എനിക്ക് അന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കല്ലൂർ യൂണിവേഴ്സിറ്റി മകനെ ഡയറ്റ് ചെയ്താൽ ഡ്യൂക്ക് അടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഡ്യൂക്ക് അടിച്ചിട്ടാണല്ലോ വരുന്നത്. ഡ്യൂപ്പ് അടിച്ചായിരുന്നു. ഡ്യൂക്ക് ഓടിക്കണത്. ഡ്യൂപ്പാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനല്ല. എനിക്ക് സ്പോർട്സ് ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ആറാട്ടിൻ്റെ സീനിയറിൻ്റെ ഹെൽമെറ്റ് ഊരിന് മാത്രമേ ഉള്ളൂ. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആറാട്ടനാണ്. ആളെയാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആറാട്ടനാണ്. ഹെൽമെറ്റ് ഊരുന്നത് ആറാട്ടനാണ്. ഹെൽമെറ്റ് ഊരുന്നതാണ്. ഓടിക്കണത് മാത്രം ആറാള്. ഓടിക്കുന്നത് ഡ്യൂപ്പാണ്. ആറാട്ടിന് ഡ്യൂപ്പ് ഫസ്റ്റ് പടത്തിൽ ഇതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് പെരേര വീട് ആൾക്കാർ പറഞ്ഞു ഞാൻ കാരവൻ കിട്ടാത്തതുകൊണ്ട് പിൻവാങ്ങി. അങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെന്നപ്പോൾ കാരവൻ എല്ലാം ഉണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ട് ചെന്നപ്പോൾ ഒരുപാട് സ്റ്റാറുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫുഡ് കിട്ടിയില്ല, റെമ്യൂണറേഷൻ പറഞ്ഞില്ല. അതെല്ലാം കാരണം പിൻമാറി. അല്ലാതെ കാരവൻ കിട്ടാത്തതുകൊണ്ടല്ല. പെരേരയ്ക്ക് വല്ല അസുഖം കിട്ടുന്നില്ല. പെരേര കുറെ നെഗറ്റീവ് പറയണ്ടേ എന്നെ കുറിച്ച്. യോധയില ജഗതിയുടെ അവസ്ഥയാണ് ഇപ്പോൾ പെരേരയ്ക്ക്.